നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിൽ 2 മരണങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ഒന്ന് പിടയ്ക്കും. കാരണം അച്ഛൻ വിട പറഞ്ഞ് അല്ലെങ്കിൽ തന്റെ ഭർത്താവ് തങ്ങളെ വിട്ട് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ അത് അംഗീകരിക്കുന്നതിന് തൊട്ടു മുൻപാണ് വെറും 18 ദിവസം പ്രായമുള്ള തന്റെ കുഞ്ഞുകൂടെ ആ വീട്ടിൽ നിന്ന് പോകുന്നത്. അതായത് പാല് തൊണ്ടയിൽ കുരുങ്ങി 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം. കുഞ്ഞിനെ തൊട്ടിലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തൃശൂർ വെള്ളറക്കാട് തറമേൽ ഞാലിൽ വീട്ടിൽ പരേതനായ സുധീഷിന്റെയും മധുരാദേവിയുടെയും പെൺകുഞ്ഞാണ് അതിദാരുണമായിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. പാല് തൊണ്ടയിൽ കുടുങ്ങിയാണ് കുഞ്ഞിന്റെ മരണം എന്നുള്ളതാണ് നിഗമനം. 2 ദിവസം മുൻപാണ് ഈ കുഞ്ഞിന്റെ പിതാവ് സുധീഷ് മരണപ്പെടുന്നത്. വാഹനാപകടമായിരുന്നു അത്. ആ മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് അതേ വീട്ടിൽ ആ പിഞ്ചു കുഞ്ഞുകൂടെ മരിക്കപ്പെട്ടിരിക്കുന്നത്. അക്കിക്കാവിൽ വെച്ച് സുധീഷ് സഞ്ചരിച്ച സ്കൂട്ടറിൽ ട്രക്ക് ഇടിച്ചായിരുന്നു സുധീഷിന്റെ മരണം. സുധീഷിന്റെ അസ്ഥി സഞ്ചയന ദിവസം ആ കുഞ്ഞും മരണപ്പെടുന്നു. കുട്ടിക്ക് പാല് കൊടുത്ത ശേഷം തൊട്ടിലിൽ ഉറക്കാൻ കിടത്തിയതായിരുന്നു എന്നാണ് വിവരം. പക്ഷേ പിന്നീട് കുഞ്ഞിന്റെ അനക്കമൊന്നും ഇല്ലാതിരുന്നതോടെ കുഞ്ഞിനെ പോയി നോക്കിയപ്പോഴാണ് വായിൽ നിന്ന് നുരയും പതയും മൂക്കിൽ നിന്ന് രക്തവും വന്ന നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അതേസമയം ഈ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കൊടുക്കുന്ന രീതികളൊക്കെ കൂടുതൽ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ നൽകേണ്ടുന്ന ഒന്നാണ് എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ മതി ഈ പറയുന്നത് പോലെ കുട്ടികളുടെ ഈ ഒരു ജീവന് ആപത്തായി മാറാൻ എന്നുള്ളത് ആണ്. പാല് തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന വാർത്തകൾ പലപ്പോഴായിട്ട് ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരാറുണ്ട്. അത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ പാല് തൊണ്ടയിൽ കുരുങ്ങിയാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ വളരെ പ്രധാനമാണ്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള നിർണായകമായിട്ടുള്ള സമയമാണ് അത് എന്ന് മനസ്സിലാക്കുക. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി മുതുകിൽ തട്ടുകയോ നെഞ്ചിൽ അമർത്തുകയോ ചെയ്ത് ശ്വാസതടസ്സം മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു മാർഗം. അപൂർവമായി വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര വൈദ്യസഹായം തേടുകയും ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ രീതികളിൽ പ്രധാനപ്പെട്ട ഒന്ന്, കുഞ്ഞ് ബോധമുള്ളപ്പോൾ ചെയ്യേണ്ടത് കുഞ്ഞിനെ നിങ്ങളുടെ കൈവെള്ളയിൽ കമഴ്ത്തി പിടിച്ച് കുഞ്ഞിന്റെ തല താഴ്ന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് വിരലുകൾ ഉപയോഗിച്ച് കുഞ്ഞിന്റെ താടിയെല്ല് താങ്ങി പിടിക്കുക എന്നുള്ളതാണ്. ശ്വാസകോശത്തിൽ അമരാത്ത രീതിയിൽ വേണം കുഞ്ഞിനെ കൈവെള്ളയിൽ അങ്ങനെ പിടിക്കാൻ. മറ്റേ കൈപ്പത്തി ഉപയോഗിച്ച് കുഞ്ഞിന്റെ തോളെല്ലുകൾക്കിടയിൽ 5 തവണ സാമാന്യം ബലത്തിൽ തട്ടുക. രണ്ടാമത്തേത്, പാല് പുറത്തു വന്നിട്ടില്ല എങ്കിൽ തട്ടിയിട്ടും പാല് പുറത്തു വരികയില്ല എന്നാണ് കാണുന്നതെങ്കിൽ കുഞ്ഞിനെ മലർത്തി പിടിച്ചിട്ട് കുഞ്ഞിന്റെ നെഞ്ചിന്റെ മധ്യഭാഗത്തായി മുലക്കണ്ണുകൾക്ക് നേരെ താഴെ വരുന്ന ഭാഗം ആ ഒരു സ്ഥലത്ത് 2 വിരലുകൾ കൊണ്ട് 5 തവണ അമർത്തുക. പാല് പുറത്തു വരുന്നത് വരെ ഇത് ആവർത്തിക്കാവുന്നതാണ്. കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ കുഞ്ഞിനെ പരന്ന പ്രതലത്തിൽ കിടത്തി കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇൻഫോ ക്ലിനിക് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുഞ്ഞുങ്ങളെ കിടത്തി പാൽ കൊടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം എന്നുകൂടെ പറയുന്നു. എന്തായാലും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊക്കെ കൂടുതൽ ജാഗ്രതയോടെ നൽകുക എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പറയാനുള്ളത്. എന്തായാലും ആ ഒരു വീടിനെ സംബന്ധിച്ച് വളരെ സങ്കടത്തോടെയുള്ള ചില മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരേ വീട്ടിൽ 2 ദിവസങ്ങളിലായിട്ട് 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വാഹനാപകടം, ഒന്ന് ഈ പറയുന്നത് പോലെ അതിദാരുണമായിട്ടുള്ള ഒരു മരണം എന്നുള്ളതാണ്. എന്തായാലും അച്ഛനും കുഞ്ഞും മരണപ്പെട്ട വേദനയിലാണ് ആ കുടുംബം.